അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 134 വയോധികർക്ക് കട്ടിൽ വിതരണം നടത്തി. 38 പേർക്കുള്ള ബയോബിൻ വിതരണവും ചേലക്കര MLA UR പ്രദീപ് നിർവഹിച്ചു. 134 ആളുകൾക്കല്ലേ കൊടുത്തുള്ളൂ, ബാക്കി ആളുകളൊക്കെ ദ്രോഹിച്ചില്ലേ എന്ന നിലപാട് നമുക്ക് എത്തിച്ചേരാൻ പാടില്ല. കാരണം ഗ്രാമപഞ്ചായത്തിന് കൊടുക്കുന്ന ഫണ്ട് ഇവിടെ ശ്രദ്ധിക്കണേ, നമുക്ക് പരസ്പരം പിന്നെ സംസാരിക്കാം, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഗ്രാമപഞ്ചായത്തിന് കൊടുക്കുന്ന പണം അവർ വളരെ കൃത്യമായി നമ്മുടെ പഞ്ചായത്തിലെ തോടും റോഡും ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കി കിട്ടണം. അതിനു വേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്ക് വേണ്ടി ആ കൊടുക്കുന്ന പണത്തിൽ നിന്ന് മാറ്റിവെക്കണം. അങ്ങനെ ഈ പഞ്ചായത്തിൽ വരുന്ന വിവിധ വിഷയങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭരണസമിതികൾ മാറ്റിവെച്ചുകൊണ്ടാണ് നിശ്ചിത സംഖ്യ ഇതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവർക്ക് ഗുണം കിട്ടാൻ വേണ്ടി ഇത് പണം മാറ്റിവെക്കുന്നു. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു കട്ടിലിന് ഇത്ര എന്ന് കണക്കാക്കി 134 ആളുകൾക്കുള്ള പണമാണ് ഇപ്പോൾ അവരുടെ കൈവശമുള്ളത്. അപ്പോൾ 134 ആളുകൾക്ക് ഇപ്പോൾ കൊടുക്കാം. ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ അതനുസരിച്ച് അവർക്കും ഇനി വരുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതും കൊടുക്കാം എന്ന നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇവിടെ അപേക്ഷ കിട്ടിയ ആളുകളുടെ മാനദണ്ഡമെല്ലാം ഇരുന്ന് നിങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ ചുറ്റിക്കൂടെ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്താനും അതിൻ്റെ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് മറുപടി പറയാനും എല്ലാം വലിയ ആൾക്കൂട്ടമായിരുന്നപ്പോൾ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 134 പേർക്ക് 5,15,000 രൂപ ചെലവഴിച്ച കട്ടിലുകളുടെ വിതരണമാണ് നടന്നത്. ഇതിനോടൊപ്പം തന്നെ 54,000 രൂപ ചെലവഴിച്ച് 38 പേർക്കുള്ള ബയോബിൻ വിതരണവും നടന്നു. പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA യൂസഫ്, KR ഗിരീഷ്, M ബിന്ദു, ഇന്ദിര, സുലൈമാൻ പടപ്പ്, അജിത രവികുമാർ, R രാധിക, BM റഷീദ്, താജുനീസ, MN വിനീഷ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി PK ശോഭന, ജൂനിയർ സൂപ്രണ്ട് AA റസീന, R സുമിഷ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. BCV ന്യൂസ്, ചെറുതുരുത്തി.